ഞാൻ ആത്മീയനാണ്. അതുകൊണ്ട് എൻ്റെ ഓട്ടം ഞാൻ എത്ര ഓടിയാലും ഞാൻ തളർന്നു പോകത്തില്ല. ഓടുന്നവർ പെട്ടെന്ന് തളർന്നു പോയാൽ ആ ഓട്ടത്തിൻ്റെ ആ ഡെസ്റ്റിനേഷനിലേക്ക് ചെന്നെത്തപ്പെടാൻ പറ്റുകയില്ല. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും, നാം ഓടുന്നു എന്നത് മാത്രമല്ല, ചിലപ്പോൾ നടക്കുകയായിരിക്കും. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്നാൽ, ഞാൻ എത്തുവോ, എത്തപ്പെടാണ്ടിരിക്കുവോ, എന്ത് സംഭവിക്കും, ഇടയിൽ എനിക്ക് വീഴ്ചകൾ വരുമോ എന്ന് നമ്മുടെ മനസ്സിൽ ക്ഷീണങ്ങൾ കടന്നു വരാൻ ഇടയാകത്തില്ല. കർത്താവ് തന്നെ നമ്മുടെ ശക്തിയെ പുതുക്കുന്നവനായും ബലം വർദ്ധിപ്പിക്കുന്നവനായും നമ്മെ ചിറകടിച്ച് കയറുവാൻ സഹായിക്കുന്നവനായും ആയിരിക്കുന്നു. അതിൻ്റെ മുമ്പത്തെ വചനം നാം വായിക്കുകയാണെങ്കിൽ കർത്താവ് ചോദിക്കുകയാണ്, നിനക്കറിഞ്ഞുകൂടായോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ചവൻ തന്നെ. നിന്നോട് ഈ വചനം പറയുന്നവൻ യഹോവയാണ്. അവൻ ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ച ദൈവമാണ്. അവൻ്റെ സ്വഭാവമാണ്. അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ആ ദൈവം ക്ഷീണിക്കാതിരിക്കുന്നത് പോലെ, ആ ദൈവം തളർന്നു പോകാണ്ടിരിക്കുന്നത് പോലെ, നിന്നെയും അതേ ശക്തിയാൽ, നിന്നെയും അതേ സ്വഭാവ വൈഷണ്യത്തിൽ നിന്നെ ആക്കുവാനായി അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വചനം നമ്മോട് ഇന്നിടപെടുന്നത്. ഈ വചനം എന്നെ ശക്തിപ്പെടുത്തിയത് കൊണ്ട്, ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ അവസ്ഥയെ അത് മാറ്റി ഒരു പുതിയൊരു ബലം, ഒരു വർധനവ് തന്ന് ഒരു അടി കയറുവാൻ, ചിറകടിക്കുവാൻ, ഉയരുവാൻ അവൻ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിത് ഇത്ര ഊർജത്തോടുകൂടി ദൈവമക്കളുടെ മുമ്പിൽ ഇത് പറയുവാനിടയായിത്തീരുന്നു. അതുകൊണ്ട് ഇന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്യം തന്നെ നാം ഏറ്റു പറയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ ആകുന്നു. ഈ വചനങ്ങൾ മുഖാന്തരം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.